ഭൂമിയുടെ തെക്കേ അറ്റത്ത് ദക്ഷിണ ധ്രുവത്തിൽ 98% മഞ്ഞ് മൂടിക്കിടക്കുന്ന അന്റാർട്ടിക്കയിലേക്ക് ഗവേഷണത്തിന് പോയൊരു സംഘം യാത്രികർ. ജീവൻ നിലനിർത്തുക അസാധ്യമായ ഭൂപ്രകൃതിയിലേക്ക് പോയത് നിശ്ചിത ദിവസത്തേക്കായിരുന്നുവെങ്കിലും കഴിഞ്ഞ 10 മാസങ്ങളായി തിരികെ വരാൻ സാധിക്കാതെ അവരവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അതിനിടെ സംഘത്തിൽ ഒരാളുടെ വധഭീഷണിയും ലൈംഗിക ശാരീരിക ആക്രമണങ്ങളും. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഹിമപാളികൾക്കിടയിൽ അവിടിവിടെയായി ഉയർന്നു നിൽക്കുന്ന മഞ്ഞുമലകൾ. അതാണ് അന്റാർട്ടിക്ക എന്ന ഭൂഖണ്ഡം. പെൻഗ്വിനുകളും ഹിമക്കരടികളും പോലെ ഏതാനും ജീവജാലങ്ങളല്ലാതെ സ്ഥിരതാമസക്കാർ മറ്റാരുമില്ല. ഇലയോ മരമോ പച്ചപ്പോ ഒന്നും എവിടെയുമില്ലാതെ എങ്ങും നീണ്ടു പടർന്നു കിടക്കുന്ന തൂവെള്ള മരുഭൂമി. മനുഷ്യവാസത്തെക്കുറിച്ച് ചിന്തിക്കാനേ വയ്യാത്തൊരു ഭൂപ്രതലമാണത്. ഓസ്ട്രേലിയൻ യൂറോപ്യൻ വൻകരകളെക്കാളും വിസ്തൃതമായ ഭൂപ്രദേശം. പക്ഷെ എന്ത് ചെയ്യാം, വല്ലപ്പോഴും വരുന്ന സാഹസിക സഞ്ചാരികളും ഗവേഷകരുമല്ലാതെ മനുഷ്യന്റെ പൊടി പോലും നിങ്ങൾക്ക് അവിടെ കണ്ടുകിട്ടില്ല. -89°C ഒക്കെയാണ് ഏറ്റവും കുറഞ്ഞ താപനില. ലോകത്തെ ജലസംഭരണിയുടെ 70% അന്റാർട്ടിക്കയിൽ തണുത്തുറഞ്ഞു കിടക്കുകയാണ്. അങ്ങനെയുള്ളൊരിടത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാനുള്ള ദൗത്യം ഒരു വശത്ത് നടക്കുന്നുണ്ട്. എന്നാൽ അക്കൂട്ടത്തിൽ ഒരാൾ പുറം ലോകത്തേക്ക് അയച്ച ഒരു മെയിൽ, അതിലെ സന്ദേശമാണ് ശാസ്ത്ര ഗവേഷക സംഘത്തിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകൾ പൊതുസമൂഹത്തിൽ ഉയർത്തുന്നത്. 10 പേരിൽ ഒരാൾ കൂടെയുള്ളവരെ ആക്രമിക്കുന്നുവെന്നും ലൈംഗിക പരാക്രമം നടത്തുന്നുവെന്നും കൊല്ലുമെന്ന് ഭീഷണി മുഴക്കുന്നുവെന്നും ഒക്കെയാണ് ആ ഇമെയിൽ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. ദിവസം പോകുന്തോറും അയാൾ കൂടുതൽ അക്രമാസക്തനായിക്കൊണ്ടിരിക്കുകയാണ് അത്രേ. ശാരീരികമായും ലൈംഗികമായും കൂടെയുള്ളവരെ ആക്രമിക്കുന്നു, ചിലരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അടുത്ത ഇര താനാകുമോ എന്ന് ഭയന്നു കഴിയുകയാണ് ആ സംഘത്തിൽ ഓരോരുത്തരും. ഇപ്പോൾ അക്രമിയുടെ സാന്നിധ്യത്തിൽ തങ്ങളുടെ ജീവിതം അപകടത്തിലാണെന്നും സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ആ കൂട്ടം. ദക്ഷിണാഫ്രിക്കൻ സർക്കാരിന്റെ ഗവേഷണ ദൗത്യമായ സൗത്ത് ആഫ്രിക്കൻ നാഷണൽ അന്റാർട്ടിക് പ്രോഗ്രാമിന്റെ ബേസായ സനായി ബേസ് ആസ്ഥാനമാക്കിയാണ് സംഘത്തിന്റെ ഗവേഷണം പുരോഗമിക്കുന്നത്. അന്റാർട്ടിക്കയിലെ ക്യൂൻ മൗണ്ട് ലാൻഡിലെ വെസ്ലെസ് കാർവറ്റിലാണ് ഈ താവളമുള്ളത്. -5° മുതൽ -22°C വരെയാണ് ഇപ്പോൾ അവിടുത്തെ താപനില. അന്റാർട്ടിക്കയിലെ സനായി താവളത്തിൽ എത്തണമെങ്കിൽ ദക്ഷിണാഫ്രിക്കൻ തലസ്ഥാനമായ കേപ്പ് ടൗണിൽ നിന്ന് 4000 കിലോമീറ്റർ കപ്പലിൽ സഞ്ചരിക്കണം. ഏകദേശം 15 ദിവസത്തോളം എടുക്കും അവിടെ എത്താൻ. ഒരു ഡോക്ടറും 2 മെക്കാനിക്കുകളും 3 എഞ്ചിനീയർമാരും ഒരു മെറ്റീരിയോളജിക്കൽ ടെക്നീഷ്യനും ഏതാനും ഫിസിഷ്യന്മാരുമാണ് നിലവിൽ കുടുങ്ങിക്കിടക്കുന്ന സംഘത്തിലുള്ളത്. 2024 ഡിസംബർ വരെ സനായി ബേസിൽ തുടരാനായിരുന്നു നേരത്തെ പ്ലാൻ. എന്നാൽ പ്രതികൂല കാലാവസ്ഥ കാരണം ദൗത്യം പൂർത്തിയാക്കാനാകാതെ അവരവിടെ കുടുങ്ങുകയായിരുന്നു. സംഘാംഗങ്ങളുമായി സംസാരിക്കുന്നുണ്ട് എന്നാണ് ദക്ഷിണാഫ്രിക്കൻ അധികൃതർ പറയുന്നത്. സംഘത്തിലെ ടീം ലീഡറും പ്രശ്നക്കാരനും തമ്മിലുണ്ടായ വാക്ക് തർക്കങ്ങളായിരുന്നു കുഴപ്പങ്ങളുടെ തുടക്കം. തർക്കം കൈവിട്ടാണ് കയ്യാങ്കളിയിലും അക്രമത്തിലും കലാശിച്ചത്. ടീം ലീഡറെ ഉൾപ്പെടെ ഇയാൾ ആക്രമിച്ചിട്ടുണ്ട്. നിലവിലെ കാലാവസ്ഥയിൽ തൊട്ടടുത്തുള്ള ജർമ്മൻ ബേസിലേക്ക് അടിയന്തരമായി മെഡിക്കൽ ഇവാക്വേഷൻ നടത്താനാണ് മുന്നിലുള്ള ഏക വഴി. അവിടേക്ക് തന്നെ 300ഓളം കിലോമീറ്റർ ദൂരമുണ്ട്. ഇതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു. ഇത് ആദ്യമായല്ല ദക്ഷിണാഫ്രിക്കയുടെ അന്റാർട്ടിക്കൻ പര്യവേക്ഷണത്തിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2017 സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്റാർട്ടിക്കയിലെ മരിയോൺ ദ്വീപിൽ നടന്ന പര്യവേക്ഷണത്തിനിടെയായിരുന്നു അത്. ഗവേഷണ സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ മാനസിക നില തെറ്റി അക്രമാസക്തനായി. കൂടെയുള്ളവരെ ഫ്രൈപാനും മഴവും ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്തതായി അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കൂട്ടത്തിലുള്ള യുവതിയെ പ്രപ്പോസ് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് എന്നായിരുന്നു അന്ന് പുറത്തു വന്ന വിവരം. തീർത്തും ഒറ്റപ്പെട്ട സ്ഥലത്ത് മറ്റു മനുഷ്യരുമായി സഹവാസമില്ലാതെ ഒരുപാട് കാലം കഴിയേണ്ടി വരുമ്പോൾ എല്ലാവരുടെയും മാനസിക നില കഠിനമാകുമെന്നാണ് കണ്ടെത്തലുകൾ. എവിടെ നോക്കിയാലും വെള്ള നിറം മാത്രം കാണുകയും നിരന്തരം ഒരു ശബ്ദവും കേൾക്കാനില്ലാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ ആരുടെയും പെരുമാറ്റത്തിൽ മാറ്റമുണ്ടായേക്കാം. ശൈത്യകാലത്ത് കാലാവസ്ഥ സഹിക്കാവുന്നതിനും അപ്പുറമാകും. ആ സമയത്ത് എല്ലാവരും റിസർച്ച് സ്റ്റേഷനിൽ തന്നെ കഴിയണം. ശുദ്ധവായു ശ്വസിക്കാൻ പോലും ഒരാളെയും പുറത്തുവിടില്ല. ശരിക്കും ജയിൽ പോലെ ഒരു ജീവിതമായിരിക്കും അത്. സ്വാഭാവികമായും പരസ്പരം സഹകരിച്ചും പൊരുത്തപ്പെട്ടും പോകാനാകുന്നില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയേക്കും. അതാവാം ചിലപ്പോൾ ദക്ഷിണാഫ്രിക്കൻ സംഘത്തിലും സംഭവിച്ചിട്ടുണ്ടാവുക. 1959 ആദ്യമായി ദക്ഷിണാഫ്രിക്ക അന്റാർട്ടിക്കയിൽ ഒരു താവളം സ്ഥാപിക്കുന്നത്. കാലാവസ്ഥാ പര്യവേക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള പഠന ദൗത്യമായിരുന്നു ഈ ബേസിലുണ്ടായിരുന്നത്. നിലവിൽ അന്റാർട്ടിക്കയിൽ മരിയോൺ ഗോഫ് ദ്വീപുകളിലായി 2 റിസർച്ച് സ്റ്റേഷനുകളുമുണ്ട് ദക്ഷിണാഫ്രിക്കയ്ക്ക്.